എല്ലാ കൂട്ടുകാർക്കും VRDG ഹിന്ദി ക്ലാസ്സസിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, ഇന്ന് നമ്മൾ +1 ക്ലാസ്സിലെ ഹിന്ദി കഥ ആയ അനുതാപാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ കഥ ശ്രദ്ധിക്കാം. കഥയുടെ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക. എന്നാൽ നിങ്ങൾക്ക് കഥ വളരെ ഈസിയായി മനസ്സിലാകുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് ഹിന്ദിയും കൂടി ചേർത്ത് നമുക്ക് കഥ മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് കഥയിലോട്ട് പോകാം. അനുതാപ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനുതാപ്. ആദ്യം നമുക്ക് ആ ടൈറ്റിലിനെ ഒന്ന് കേന്ദ്രീകരിക്കാം. അനുതാപ് എന്ന് പറഞ്ഞാൽ അനുകമ്പ. മറ്റുള്ളവരോട് നമ്മൾ എന്ത് ചെയ്യണം? അനുതാപമുള്ളവരായിരിക്കണം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുന്നവരായിരിക്കണം. അതാണ് അനുതാപ് എന്ന വാക്കിൻ്റെ അർത്ഥം. കരുണയുണ്ടായിരിക്കണം, മറ്റുള്ളവരോട് അനുതാപം ഉണ്ടായിരിക്കുന്നവരായിരിക്കണം നാം. സുകേഷ് സാഹ്നിയുടെ കഥയാണ് അനുതാപ്. അപ്പോൾ കഥാകാരൻ്റെ പേര് സുകേഷ് സാഹ്നി. അനുതാപ് ഏക് ലഘു കഹാനി ഹെ. ആദ്യത്തെ സെൻറ്റൻസ് ഇതാണ്. അനുതാപ് ഏക് ലഘു കഹാനി ഹെ, കഹാനിക്കാർ കാ നാം ഹെ സുകേഷ് സാഹ്നി. അച്ഛാ, ഹം പഠേഗി കഹാനി അനുതാപ്. നോക്കാം നമുക്ക്. ബാബുജി ആയിയെ മെയ് പഹുഞ്ചായെ ദേത്താ ഹും. സാറേ, വന്നാലും ഞാൻ അങ്ങയെ കൊണ്ടു ചെന്നാക്കാം. ഏക് റിക്ഷേ വാലേനെ ഉസ്കെ നസ്ദീക് ആക്കർ കഹ. ഒരു റിക്ഷാക്കാരൻ അടുത്ത് വന്നിട്ട്, നസ്ദീക് എന്ന് പറഞ്ഞാൽ അടുത്ത് വന്നിട്ട് പറഞ്ഞു. എന്താണ് സാറേ? ഞാൻ അങ്ങയെ കൊണ്ട് ആക്കാം. അസ്ലം അബ് നഹിം ആയേഗെ. അസ്ലം ഇനി വരികയില്ല. അസ്ലം എന്ന ഒരു കഥാപാത്രം, ഈ കഥയിലുള്ള പ്രമുഖ കഥാപാത്രമാണ് അസ്ലം. അസ്ലം അബ് നഹിം ആയേഗ. ക്യാ ഹുവാ ഉസ്കോ? എന്തു പറ്റി അവന്? റിഷേ മെയും ബൈഠേ ഹുയെ ഉസ്നെ ലാപ്പർവാഹി സെ പൂച്ച. അയാൾ എന്ത് ചെയ്തു? ആ റിക്ഷയിൽ ഇരുന്നു കൊണ്ട് എന്താണ്? ലാപ്രവാഹി അശ്രദ്ധയോടുകൂടി ചോദിച്ചു. പിछले 4-5 दिनों से असलം ഹി ഉസേ ദഫ്തർ പഹുഞ്ചാത്ത രഹാദ. അപ്പോൾ കഴിഞ്ഞ 4-5 ദിവസമായിട്ട് അസ്ലമാണ് ഈ മനുഷ്യനെ ഓഫീസിൽ കൊണ്ടാക്കുകയും ചെയ്യുന്നത്. ബാബുജി അസ്ലം നഹിം രഹ. അപ്പം പറയുകയാണ്, അസ്ലം ജീവനോടെ ഇല്ല. അസ്ലം നഹിം രഹ ജീവനോടെ ഇല്ല, ഇപ്പോൾ ഇല്ല അയാൾ. ക്യാ ഉസേ ഷാക്ക് സാ ലഗ. അയാൾക്കൊരു ഷോക്ക് ഏറ്റതുപോലെയായി. പെട്ടെന്ന് അസ്ലം ഇല്ല എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ. കൽ തോ ഫലാ ചങ്കാദ. ഇന്നലെ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. उसके दोनों गुर्दों में खराबी थी. डॉक्टर ने रिक्शा चलाने से मना कर रहा था. उसके 2 गुर्दों में किडनी में ഖരാബി थी. ഖരാബി തകരാറിലായിരുന്നു. അപ്പോൾ ആ റിക്ഷ ഓടിച്ചിരുന്ന ആളിൻ്റെ എന്താണ് 2 കിഡ്നിക്കും എന്തായിരുന്നു? തകരാറായിരുന്നു. ഡോക്ടറിനെ റിക്ഷ ചലാനേസെ മനാക്കർ രക്കാത. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇനി നിങ്ങൾ റിക്ഷ ഓട്ടിക്കാൻ പാടില്ല എന്നൊന്ന്. ഈ റിക്ഷയുടെ പ്രത്യേകത ഇതാണ്. മനുഷ്യനാണ് ഈ റിക്ഷ വലിച്ചുകൊണ്ട് പോകുന്നത്. UP-യിൽ പലയിടത്തും ഇങ്ങനത്തെ റിക്ഷ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ പറഞ്ഞ് ഇനി റിക്ഷ ചലിപ്പിക്കാൻ, അതായത് ഓടിക്കാൻ പാടില്ല, നിങ്ങളുടെ കിഡ്നി 2ഉം തകരാറിലാണെന്ന് പറഞ്ഞു. ഉസ്കി ആവാസുമേയും ഗഹരി ഉദാസീന്തി. അപ്പോൾ ഇത് പറയുകയാണെങ്കിലും അയാളുടെ ആ പറച്ചിലിൽ വളരെ ദുഃഖമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൽ ആപ്കോ ദഫ്തർ പഹുഞ്ചാക്കർ ലൗട്ടാ തോ പേശാബ് ബന്ദ് ഹോ ഗയാദ. അപ്പോൾ ഇന്നലെ താങ്കളെ അസ്ലം ഓഫീസിൽ കൊണ്ടാക്കിയിട്ട് തിരികെ വരുന്ന സമയത്ത് അയാൾക്ക് മൂത്രതടസ്സം ഉണ്ടായി. അസ്ലം പേശാബ് ബന്ദ് ഹോ ഗയ എന്ന് പറഞ്ഞാൽ മൂത്രതടസ്സം ഉണ്ടായി എന്നാണ് അർത്ഥം. असलम ले जाते समय उसके रास्ते में ही दम तोड़ दिया था. അപ്പം അതിനുശേഷം അസ്ലം ആസ്പത്താൽ ലേ ജാത്തെ സമയം, അസ്ലമിന് ആശുപത്രിയിലോട്ട് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് അയാൾക്ക് എന്ത് പറ്റിയത്? ദം തോട് ദിയാദ. ദം തോട് ദിയന എന്ന് പറഞ്ഞാൽ എന്താണ്? മരിക്കുക, മൃത്യു ഹോ ജാന. അപ്പോൾ അസ്ലമിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് അയാൾ വഴിയിൽ വെച്ച് മരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ള കഥ നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? അപ്പോൾ നമുക്ക് ബാക്കി നോക്കാം. ആകെ വഹ് കുച്ച് നെഹിം സുൻസക. വേറെ ഒന്നും തന്നെ അയാൾ കേട്ടില്ല. ഏക സന്നാട്ടേനെ ഉസേ അപ്പനെ ആഘോഷ് മേ ആകെ വഹ് കുച്ച് നെഹിം സുൻസക. അപ്പം പിന്നീട് അയാൾ ഒന്നും തന്നെ കേട്ടില്ല.
एक सन्नाटे ने, सन्नाटा निशब्दता, सन्नाटे ने उसे अपने ആഘോഷമേ ലേലിയ, ആഘോഷമേ ലേലിയ എന്ന് പറഞ്ഞാൽ ആ നിശബ്ദതയുടെ മടിത്തട്ടിലോട്ട് അയാളെ കൊണ്ടുപോയി. അതായത് ഒരു നിശബ്ദത, പിന്നെ എന്ത് ചോദിക്കണമെന്നോ എന്ത് പറയണമെന്നോ അയാളുടെ മനസ്സിൽ ഒന്നും തന്നെ ഉണ്ടായില്ല, വാക്കുകൾ ഉണ്ടായില്ല. കൽ കി ഘടന ഉസ്കി ആങ്കോം കെ ആകെ സജീവ് ഹോടി. അപ്പോൾ ഈ യാത്രക്കാരൻ്റെ മനസ്സിൽ ഇന്നലെ നടന്ന ആ സംഭവം സജീവമായി ജീവനോടുകൂടി അയാളുടെ ആ മുന്നിൽ വന്നു. സജീവ് ഹോടി. रिक्शा नटराज टाकीस पार कर बड़े ടാക്ക് ഖാനേക്ക് ഓർ ജാ രഹാ താ. അപ്പം നമ്മുടെ അസ്ലം ഓടിച്ചിരുന്ന ആ റിക്ഷയിൽ ഈ മനുഷ്യൻ ഇന്നലെയും സഞ്ചരിച്ചതാണ്. അപ്പോൾ അയാൾ ആ റിക്ഷയിൽ വരികയായിരുന്നു. അപ്പോൾ ആ റിക്ഷ നടരാജ് ടാക്കീസ് പാർക്കർ, ആ നടരാജ് ടാക്കീസ് കഴിഞ്ഞ് ബഡേ ടാക്ക് ഖാനെ പോസ്റ്റ് ഓഫീസ്, വലിയ പോസ്റ്റ് ഓഫീസ്, ബഡേ ടാക്ക് ഖാനേക്ക് ഓർ ജാ രഹാ താ. അപ്പം നടരാജ് ടാക്കീസ് കഴിഞ്ഞ് ബഡേ ടാക്ക് ഖാനയിലോട്ട് പോവുകയായിരുന്നു. റിക്ഷ ചലാത്തെ ഹുയെ അസ്ലം ധീരെ ധീരെ കരാഹ് രഹാ താ. അപ്പോൾ ഈ വണ്ടി, അതായത് ഈ റിക്ഷ ചലിപ്പിച്ച് അതായത് വലിച്ചുകൊണ്ട് പോകുന്ന ആ സമയത്ത് അയാൾ കരയുകയായിരുന്നു. ബീച്ച് മേ മേക്ക് ഹാത്ത് സേ പേട്ട് പക്കട് ലിയാത. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അയാൾ വയറ്റിൽ പിടിക്കുന്നുണ്ടായിരുന്നു. പേട്ട് എന്ന് പറഞ്ഞാൽ വയറ്. പേട്ട് പക്കട് ലേത്താത. സാമിനെ ഡാക്ക് ബംഗ്ലേ തക്ക് ചടായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സാമിനെ ടാക്ക് ബംഗ്ല വരെ എന്താണ് ചടായി ദി, അത് കയറുന്നതുണ്ട്, ഒരു കയറ്റമുണ്ട്. ഏക് ബാരക്ക് ഉസ്കി ഇച്ഛാ ഹുയി ദി കി റിഷേ സെ ഉദർ ജായെ. അപ്പോൾ അയാളുടെ മനസ്സിലിങ്ങനെ തോന്നി, ഇവിടെ നിന്ന് ഇറങ്ങി കയറ്റം കയറുന്നത് വരെ റിഷയിൽ നിന്ന് ഇറങ്ങിയാലോ. അകലെ ഹി ക്ഷണ ഉസ്കെ ഗുദ് കോ സമച്ചാദ. അപ്പോൾ അയാൾ എന്താണ് ഗുദ് സ്വയം അത് മനസ്സിലാക്കിയിരുന്നു. റോസ് കാ മാമല ഹെ, എന്നും ഇതാണ് അവസ്ഥ. അതായത് ഒരു കയറ്റത്തിൽ അയാൾക്ക് നല്ലപോലെ കയറാൻ പറ്റും. എന്ന് വെച്ചാൽ അസുഖമാണല്ലോ അയാൾക്ക്, കിഡ്നി ഫെയിലിയർ ആണല്ലോ അയാളുടെ അവസ്ഥ. അപ്പോൾ ആ മനുഷ്യൻ ഇങ്ങനെ എന്താണ് ഈ യാത്രക്കാരൻ വിചാരിക്കും എന്നും ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഇറങ്ങേണ്ട ആവശ്യം, ചിലപ്പം ഇയാൾ കള്ളമായിരിക്കും പറയുന്നത് എന്നുള്ള പല ചിന്തകളായിരിക്കും ഇയാളുടെ മനസ്സിൽ. റോസ് കാ മാമല ഹെ, എന്നുമുള്ള കാര്യം ഇതാണ്. റോസ് എന്ന് പറഞ്ഞാൽ ഡെയിലി, മാമല എന്ന് പറഞ്ഞാൽ മാറ്റർ, കാര്യമാണിത്. കബ് തക്ക് ഉദാർത്ത രഹേഗ, ഏതുവരെ ഇങ്ങനെ ഇറങ്ങും എന്നും വരുമ്പോൾ ഇതാണല്ലോ അവസ്ഥ. ഈ ലോക നാടക ഭൂ കർ ലേത്തെ ഹെ, ചിലപ്പം ഇയാൾ എന്തെങ്കിലും നാടകമായിരിക്കും കാണിക്കുന്നത് എന്നൊക്കെയാണ് യാത്രക്കാരൻ വിചാരിച്ചത്. എനിക്ക് സാത്ത് ഹംദർദി ജദാന ബേവക്കൂഫി ഹോഗി. അപ്പോൾ ഇയാളുടെ സഹാനുഭൂതി കാണിക്കുന്ന ഒരു വിഡിതമാണ്. ഹംദർദി എന്ന് പറഞ്ഞാൽ സഹാനുഭൂതി. ഹംദർദി ജദാന ബേവക്കൂഫി വിഡിത്തം, ഫൂളിഷ്നെസ് ഹോഗി. അനാബ് ഷനാബ് പൈസെ മാങ്കത്തെ ഹെ, എന്താണ് കള്ളങ്ങൾ പറഞ്ഞ് പൈസ തട്ടുന്നവരാണ് ഈ വർഗ്ഗക്കാർ എന്നൊക്കെയാണ് ഈ യാത്രക്കാരൻ മനസ്സിലാക്കിയത്. മാങ്കത്തെ ഹെ കുച്ച് കഹോ തോ സരെ ആം റിഷ്തെ സെ ഉദർ പടാദ. ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ ചടായി പർ റിഷ ബീച്ച് ഗീഞ്ച് രഹാദ. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുകയായിരുന്നു, അപ്പോൾ വണ്ടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇയാൾ കഷ്ടപ്പെടുകയാണ് ഈ അസ്ലം. എന്നിട്ടും ആ യാത്രക്കാരൻ ഇറങ്ങാനുള്ള മനസ്സ് കാണിക്കുന്നില്ല. ഇയാളുടെ വിചാരം എന്താണ്, ഇയാൾ കള്ളമായിരിക്കും കാണിക്കുന്നത് എന്ന് മനസ്സിലായില്ലേ. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലും കൊണ്ടുവന്നപ്പോൾ ഇതേ അവസ്ഥയായിരുന്നു കയറ്റം എത്തുമ്പോഴത്തേക്ക് ഇയാൾക്ക് സംഭവിക്കുന്നത്. അപ്പം ദാഹിന ഹാത്ത് ഗദ്ദി പർ ജമാക്കർ ചടായി പർ റിഷ ഗീഞ്ച് രഹാദ. അപ്പോൾ അയാളത് വളരെ ശക്തിയോടുകൂടി വയറ്റിലൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യുകയാണെന്ന് മുന്നോട്ട് വണ്ടിയെ നയിക്കുകയാണ്. വഹ് ബുരി തരക് ഹാഫ് രഹാദ. അയാൾ മോശമായ ഒരു അവസ്ഥയിൽ എന്താണ് ഹാക്ക് രഹാദ, കിതയ്ക്കുകയാണ്. ആരാണ് കിതച്ചത്, നമ്മുടെ അസ്ലം. ഗഞ്ചെ സിർ പർ പസീനെ കി നന്നി ബൂന്ദേ ദിക്കായി ദേനെ ലഗി ദി. ഗഞ്ചെ സിര എന്ന് പറഞ്ഞാൽ കഷണ്ടി ആയിട്ടുള്ള തല, ആ തലയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, പസീന എന്ന് പറഞ്ഞാൽ പസീന എന്ന് പറഞ്ഞാൽ എന്താണ്, വിയർപ്പ്.
മനസ്സിലായില്ലേ? പസീനെ കി നന്നി നന്നി ബൂന്തെ ചെറിയ ചെറിയ തുള്ളികൾ ദിക്കായി ദേനെ ലഗീതി. അപ്പോൾ ഇയാൾ ഇങ്ങനെ വളരെ കഷ്ടപ്പെട്ട് വണ്ടി മുന്നോട്ട് എന്താണ് കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് അയാളുടെ ആ തലയിൽ നിന്ന്, ആ കഷണ്ടി തലയിൽ നിന്ന് എന്താണ് വിയർപ്പ് ഇറ്റിറ്റ് വീഴുന്നു. കിസി കാർ കെ ഹോൺ സെ ചൗങ്ക് കർ വഹ് വാർത്താലാപമയം ആകയ. അപ്പോൾ ആ സമയത്ത് ഏതോ ഒരു വണ്ടിയുടെ, ഒരു കാറിൻ്റെ ഹോൺ അടിക്കുന്നു. ആ സമയത്ത് എന്ത് ചെയ്യുന്നു? വഹ് വാർത്താലാപമേ ആകയ, സംഭാഷണത്തിൽ തിരിച്ചു വരുന്നു. റിഷ്ത തേസി സെ നടരാജ് സെ ടാക്ക് ബംഗ്ലേ വാലി ചടായി കി ഓർ ബെഡ് റഹാദ. അപ്പം വണ്ടി എന്ത് ചെയ്യുകയാണ്? വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ഇന്നത്തെ അവസ്ഥയിൽ ഒരു കാറിൻ്റെ ഹോൺ അടിച്ചപ്പോൾ അയാൾ എന്താണ് പ്രസൻറ്റിൽ വരികയാണ്. ഇന്ന് വേറൊരാളാണ് വണ്ടി ഓടിക്കുന്നത്. ഇന്നലെ ഇതേ സ്ഥലത്ത് എത്തിയപ്പോഴത്തേക്ക് അസ്ലം എന്ത് ചെയ്തു? അസ്ലമിന് മുന്നോട്ട് ആ കയറ്റത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുന്നില്ല. അപ്പോൾ എന്ത് ചെയ്തു? ഓർ ബെഡ് റഹാദ, രുക്കോ, അയാൾ പറഞ്ഞു നിർത്തൂ. ഏകാഏക ഉസ്നെ റിക്ഷേ വാലേ സെ കഹ. അപ്പം ഈ റിക്ഷക്കാരൻ്റെ അടുത്ത് പറഞ്ഞു നിർത്തൂ, രുക്കോ എന്ന് പറഞ്ഞാൽ നിർത്തുക. ഏകായേക പെട്ടെന്ന്, സഡൻലി. ഉസ്നെ റിക്ഷേ വാലേ സെ കഹ, ആ റിക്ഷക്കാരൻ്റെ അടുത്ത് പറയുന്നു. ഓർ റിക്ഷയ്ക്ക് ധീരെ ഹോത്തേ ഹി ഉദർ പട. അപ്പം റിക്ഷ അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അയാൾ പതുക്കെ സ്ലോ ആക്കുന്നു. ആ സമയത്ത് ഇയാൾ എന്ത് ചെയ്യുന്നു? ഈ മനുഷ്യൻ താഴോട്ട് ഇറങ്ങുന്നു. റിക്ഷേ വാലെ ബഹുത്ത് മസ്ബൂത്ത് കത് കാടി കഥ. മസ്ബൂത്ത് കട് കാതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഉറച്ച ശരീരമുള്ള ഒരു മനുഷ്യനായിരുന്നു. കഥ ഉസ്കെ ലിയെ യഹ് ചടായി കോയി ഖാസ് മായനെ നഹിം എഴുത്തിയത്. അപ്പോൾ ഇയാൾ നല്ല ആരോഗ്യവാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഈ കയറ്റം ഈ ഓഫീസറിനെ ഇരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നത് ബുദ്ധിമുട്ടുണ്ടായിരുന്ന കാര്യമല്ലായിരുന്നു. പക്ഷേ ഇന്നലെ അസ്ലത്തിന് ഈ അസുഖമായിട്ടും കൂടെ, അത് മനസ്സിലാക്കിയിട്ടും കൂടെ അയാൾ എന്ത് ചെയ്തില്ല? ഇറങ്ങിയില്ല. ഉസ്നെ ഹൈരാനി സെ ഉസ്കി ഓർ ദേക്ക. വിചിത്രമായിട്ട് ഇയാളുടെ അടുത്ത് ഇങ്ങനെ നോക്കി. വഹ് കിസി അപരാധി കി ഫാന്തി സിർ ചുക്കാക്കർ റിഷേ കെ സാത്ത് സാത്ത്. അപ്പം നമുക്ക് ആ പാരഗ്രാഫ് ഒന്നും കൂടെ നോക്കാം. റിഷേ വാല ബഹുത്ത് മസ്ബൂത്ത് കത് ഘാട്ടി കഥ. അപ്പോൾ ഇന്ന് ആ റിക്ഷ ചലിപ്പിക്കുന്ന ആൾ, അതായത് ഈ ഓഫീസറിനെ റിക്ഷയിൽ കൊണ്ടുപോകുന്ന ആൾ നല്ല ഉറപ്പുള്ള ശരീരമുള്ള മനുഷ്യനായിരുന്നു. മസ്ബൂത്ത് കത് ഘാട്ടി എന്ന് വെച്ചാൽ എന്താണ്? ഉറപ്പുള്ള ശരീരമുള്ള. ഉസ്കെ ലിയെ ഏഹ് ചടായി കൊയ് ഘാസ് മായനെ നഹിം രഗത്തീതി. അപ്പോൾ ഇയാൾക്ക് ഈ കയറ്റം എന്ന് പറഞ്ഞത്, ഈ മനുഷ്യനെ ഇരുത്തിക്കൊണ്ട് ഈ റിക്ഷയിൽ കൊണ്ടുപോവുക എന്നത് ഈ ഉറപ്പുള്ള ശരീരമുള്ള മനുഷ്യന് അധികം ബുദ്ധിമുട്ടുണ്ടായ കാര്യമൊന്നും അല്ല, ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്ന കാര്യമൊന്നും അല്ല. ഉസ്നെ ഹൈരാനീസെ ഉസ്കി ഓർ ദേക്ക. അപ്പം അയാൾ എന്ത് ചെയ്തു? വളരെ അത്ഭുതത്തോടുകൂടി, അത്ഭുതത്തോടുകൂടി വിചിത്രമായിട്ട് ഉസ്കി ഓർ ദേക്ക, അയാൾ നോക്കി. വഹ് കിസി അപരാധി കി ഭാന്തി, ഒരു അപരാധിയെ പോലെ, അല്ലേ? എന്താണ് അപരാധം? അയാളുടെ മനസ്സിൽ അങ്ങനെ ഒരു അപരാധം തോന്നാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ ദിവസം അസ്ലം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഇയാൾ ആ കയറ്റിക്കൊണ്ടു പോകുന്ന ആ സംഭവമാണ് ഇയാളുടെ മനസ്സിൽ ഓർമ്മ വന്നത്. അപ്പോൾ ഇന്നലെ ചെയ്തതിൻ്റെ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിലാണ് ഇന്ന് ആ കയറ്റം എത്തിയപ്പം തന്നെ അയാൾ എന്ത് ചെയ്തത്? ആ റിക്ഷയിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് എന്ത് ചെയ്തു? വഹ് കിസി അപരാധി കി ഫാന്തി സിർ ചുക്കായെ, തല കുനിച്ചു. സിർ ചുക്കായെ എന്ന് വെച്ചാൽ തല കുനിക്കുക. റിക്ഷയ്ക്ക് സാത്ത് സാത്ത് ചൽ റഹാദ. ആ റിക്ഷയുടെ കൂടെ, ആ വണ്ടിയുടെ കൂടെ നടന്ന് അയാൾ മുന്നോട്ട് പോയി. അപ്പം ഈ കഥയിൽ നിന്ന് കിട്ടുന്ന മെസ്സേജ് എന്താണ്? ഹം ദൂസരോं पर हमदर्दी പ്രകട് കർണ ചാഹിയേ. നമ്മൾ മറ്റുള്ളവരോട് എന്ത് ചെയ്യണം? സഹാനുഭൂതി കാണിക്കണം. അപ്പം ഈ കഥ സുഹേഷ് സാഹനി जी की एक छोटी कहानी है या लघु गाथा है. इस कहानी के माध्यम से लेखक हमसे ये बताना चाहते हैं कि हम दूसरों पर हमदर्दी करना चाहिए, सहानुभूति करना चाहिए, दूसरों पर अनुताप करना चाहिए. समझ में आया? അപ്പോൾ മനസ്സിലായി കാണും നിങ്ങൾക്ക്. ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെയിൻ ഉദ്ദേശം അല്ലെങ്കിൽ മെസ്സേജ് ഇതാണ്: നമ്മൾ മറ്റുള്ളവരോട് സഹാനുഭൂതി കാണിക്കണം. അതായത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ നമ്മൾ അവരുടെ ദുഃഖം, അവരുടെ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കണം. ഇല്ലെങ്കിൽ അവരോടൊരു സഹാനുഭൂതിയെങ്കിലും അല്ലെങ്കിൽ അവരോടൊരു കരുണയെങ്കിലും നമ്മൾ കാണിക്കണം.
മനസ്സിലായില്ലേ? അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അസ്ലമാണ് ഇതിലെ പ്രധാന കഥാപാത്രം. അസ്ലം എന്ത് ചെയ്യുന്നു? ഈ ഓഫീസറിനെ ഡെയിലി ഓഫീസിൽ കൊണ്ടാക്കുന്ന ആളാണ് 4-5 ദിവസമായി. അങ്ങനെ ഒരു ദിവസം അടുത്ത ദിവസം അയാൾ എന്ത് ചെയ്യുകയാണ്? വരുമ്പോഴത്തേക്ക് അസ്ലമിനെ കാണുന്നില്ല. അപ്പം വേറൊരു റിക്ഷയിലാണ് പോകുന്നത്. അപ്പോഴാണ് ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. അയാളുടെ കിഡ്നി ഫെയിലിയർ ആയിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്താണ്, ഇനി റിക്ഷ ഓട്ടിക്കാൻ പാടില്ല എന്നുള്ള കാര്യം പറയുന്നു. അപ്പോൾ ഇന്നലെയും ഈ ഓഫീസറിനെ കൊണ്ടുവിട്ടത് ആരാണ്? നമ്മുടെ അസ്ലമാണ്. അപ്പോൾ അയാൾ പഴയ കാര്യങ്ങൾ ഓർമ്മിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ആ റിക്ഷ നടരാജ് ടാക്കീസ് കഴിഞ്ഞ് നമ്മുടെ ബെഡെ ടാക്ക് ഖാനെ, അതായത് വലിയ പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്തോട്ട് പോകുന്ന സമയത്ത് ഒരു കയറ്റമുണ്ട്. ആ കയറ്റം എത്തിയപ്പോഴത്തേക്ക് നമ്മൾ അസ്ലം വളരെയധികം ബുദ്ധിമുട്ടുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ കിഡ്നിക്ക് അസുഖമുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ അയാൾ കിഡ്നിക്ക് വളരെ വേദന ഉണ്ടാകുന്നു. ആ സമയത്ത് അയാൾ വയറിൽ പിടിച്ചിട്ട് മുന്നോട്ട് പോകുന്നു. എന്നിട്ടും ഇയാൾ എന്ത് ചെയ്യുന്നില്ല? ഈ യാത്രക്കാരൻ എന്ത് ചെയ്യുന്നില്ല? അതൊന്നും വിലക്കെടുക്കുന്നില്ല. അയാളുടെ ആ കഷണി തലയിൽ നിന്ന് ജലം, അതായത് വിയർപ്പ് ഒലിക്കുന്നു. അതൊന്നും അയാൾ ശ്രദ്ധിക്കുന്നില്ല. അയാൾ അങ്ങനെ ഇരിക്കുകയാണ്. അയാളുടെ മനസ്സിൽ ഇങ്ങനെയാണ് തോന്നുന്നത്, ഇയാളടുത്ത് ഇപ്പം സഹാനുഭൂതി തോന്നുന്നത് ഫൂളിഷ്നെസ്സാണ്. എന്നാൽ ഇറങ്ങി എനിക്ക് നടക്കേണ്ടി വരും എന്നും ഇതാണ് അവസ്ഥ. അപ്പോൾ 2-3 ദിവസം കൊണ്ട് കൊണ്ടാക്കുന്നതാണ്. അപ്പോൾ ഇയാൾ ബുദ്ധിമുട്ട് കാരണമായിരിക്കും ചിലപ്പോൾ ആ കയറ്റം കയറിപ്പോകാൻ കഴിയാത്തത്. എന്നാൽ ഇയാളുടെ മനസ്സിലെന്താണ്? സഹാനുഭൂതിയില്ല. ഇവരൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ്, കള്ളത്തരമാണ് എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പം ഒരു ഹോൺ മുഴുകുന്നു. അപ്പോൾ അയാൾ വീണ്ടും പ്രസൻറ്റിലോട്ട് വരുന്നു. അപ്പോൾ ഇന്ന് അയാളെ കൊണ്ടുപോകുന്നത് നല്ലൊരു ആരോഗ്യമുള്ള ഒരു വണ്ടിക്കാരനാണ്. എന്നിട്ടും കൂടെ ആ സ്ഥലം, ആ കയറ്റം എത്തിയപ്പോൾ അയാൾക്ക് ഇന്നലെ നടന്ന സംഭവം ഓർമ്മ വരുന്നു. അയാൾ എന്ത് ചെയ്യുന്നു? അയാളടുത്ത് നിർത്താൻ പറയുന്നു, രുക്കും. എന്നിട്ട് അതിൽ നിന്ന് അയാൾ ഇറങ്ങുന്നു. എന്നിട്ട് ആ കയറ്റം പതുക്കെ മുന്നോട്ട് നടന്ന് കയറുന്നു. അപ്പോൾ എന്താണ്, ഈ റിക്ഷക്കാരൻ, അതായത് ഇന്നത്തെ റിക്ഷക്കാരനാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള മനുഷ്യനാണ്. അയാൾക്ക് ഈ കയറ്റം ഇയാളെ കൊണ്ടുപോകുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. എന്നിട്ടും അയാൾ ഒരു പ്രായശ്ചിത്തം എന്ന നിലയിലാണ് ഇങ്ങനെ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്നലെ അയാൾ അങ്ങനെ, അതാണ്. അപ്പോൾ നമുക്ക് ആരുടെയും ഒരു പ്രശ്നങ്ങൾ, അപ്പോൾ അതായത് ഇന്ന് നമ്മൾ കാണുമ്പോൾ ചിലപ്പം പലരും എന്താണ് ആരോഗ്യത്തോടു കൂടി ഇരിക്കും, പക്ഷേ സത്യത്തിൽ അവർ ആരോഗ്യവാന്മാരല്ലായിരിക്കും. നമ്മളെ കാണുമ്പോൾ ഒരാൾ ചിരിച്ച് സംസാരിച്ച് ഉല്ലസിച്ചിരിക്കും, പക്ഷേ അവരുടെ മനസ്സിലും എന്തെങ്കിലും ദുഃഖം കാണും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവരുടെ ആ ദുഃഖങ്ങൾ എന്താണെന്ന്, ഇപ്പം നല്ല കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാരൻ്റെ പ്രശ്നങ്ങൾ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. നമ്മൾ മറ്റുള്ളവരുടെ കമ്പ ഉള്ളവരാകണം എന്നാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മെസ്സേജ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും കഥയുടെ ആശയം മനസ്സിലായി കാണും. അപ്പോൾ ഇന്നത്തെ നമ്മൾ പഠിച്ച അനുതാപ് എന്ന് പറഞ്ഞ കഥ, അതായത് നമ്മുടെ സുകേഷ് സാഗിനിയുടെ ലഘുകഥയായ അനുതാപ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. ഏവർക്കും നന്ദി.